ഏറ്റവും സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികളുടെയും വേദനകളുടെയും കുരിശിൻ്റെയും വഴികളിലൂടെ കടന്നു പോയിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ തലതല്ലി തകർന്ന് പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടാതെ ജീവിതത്തിൽ ഈ കുരിശുകളുടെ വഴിയിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു സ്ഥലമുണ്ട്, നമ്മൾ നടന്നു പോകേണ്ട ഒരു സ്ഥലമുണ്ട്. അതാണ് പെസഹ വ്യാഴാഴ്ച വൈകിട്ട് ക്രിസ്തു കടന്നുപോയ, ക്രിസ്തു പ്രാർത്ഥിച്ചൊരിടം, ഗെത്സമൻ തോട്ടം. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രി എന്ന് പറയാവുന്ന രാത്രി ഈ പെസഹ വ്യാഴാഴ്ചയാണ്. ഈശോയോട് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകന്നു പോകട്ടെ, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ഈ ഗെത്സമൻ തോട്ടത്തിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഈശോ വേദനയുടെ ഏറ്റവും വലിയ പാരമ്യത്തിലാണ് അവിടെ നിൽക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരെയും കൂടെ ചേർത്താണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ രാത്രിയുടെ ഉറക്കഭാരവും അധ്വാനത്തിൻ്റെ ഭാരവുമെല്ലാം അവരെ തളർത്തി അവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ക്രിസ്തുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല. അവൻ്റെ മുമ്പിൽ വേദനയുടെ വലിയൊരു കുരിശിൻ്റെ വഴി നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിലും അവൻ്റെ ചിന്തകളിലും എല്ലാം വേദനകളാണ്. അവൻ പിറ്റേ ദിവസം ചുമക്കേണ്ട ആ കുരിശിൻ്റെ ഭാരത്തെക്കുറിച്ചല്ല അവൻ ഉത്കണ്ഠപ്പെട്ടത്, മറിച്ച് അവൻ ചുമക്കേണ്ട എൻ്റെയും നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തിൻ്റെ ആ ഭാരത്തെക്കുറിച്ച്. ജീവിതത്തിൽ ഇങ്ങനെ മുട്ടിൽ നിന്ന് വേദനയോടുകൂടി പൊട്ടിക്കരയുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ ഒരിക്കൽ മാത്രമേ സുവിശേഷത്തിൽ കാണുന്നുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം അവൻ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവൻ ചുമക്കേണ്ട ആ പാപത്തിൻ്റെ ഭാരം, താൻ സ്നേഹിച്ചവർ തന്നെ ഒറ്റിക്കൊടുക്കാനായി, തള്ളിപ്പറയാനായി, തനിക്കെതിരെ വിമർശിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ആ മനുഷ്യമുഖങ്ങൾ, താൻ സ്നേഹിച്ചവരുടെ മുഖങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. അവൻ അറിയാതെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഒരു മനുഷ്യനായിട്ട്: പിതാവേ, സാധിക്കുമെങ്കിൽ എടുത്തു മാറ്റണേ എന്ന്. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. അവിടെ വെച്ച് നമുക്കൊന്ന് നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. പലപ്പോഴും ജീവിതത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലേ: തമ്പുരാൻ, എനിക്ക് സാധിക്കുന്നില്ല, എൻ്റെ കുടുംബത്തിലെ ഈ വേദനകളും ഭാരങ്ങളും എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്, എൻ്റെ ഈ രോഗങ്ങൾ എനിക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. നീ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഭാരങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് തരുന്നത്? ക്രിസ്തുവിനെ പോലെ ഈ പ്രാർത്ഥന നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമ്മൾ ക്രിസ്തുവിലേക്ക് കടന്നു വരാം. അവൻ അതിനുശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവൻ്റെ ഭാരങ്ങളും അവൻ്റെ വേദനകളും അവൻ്റെ നൊമ്പരങ്ങളും അവനെ ഏറ്റവും അധികം മനസ്സിലാക്കുന്ന അവൻ്റെ അപ്പൻ്റെ മുമ്പിൽ എടുത്തു വെച്ചിട്ട് പറയുകയാണ്: ഇതൊന്ന് മാറ്റിത്തരാമോ എന്ന് ചോദിച്ചിട്ട് അവസാനം പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് ടോട്ടൽ സറണ്ടർ എന്ന് പറയുന്നത്. സ്നേഹത്തിലേക്ക് അപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ നിൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ ഹൃദയത്തിലുണ്ട്, അതിനു മുമ്പിലേക്ക് ഞാൻ തരികയാണ് എന്ന് പറയാവുന്ന ഒരു അനുഭവം. ഇന്ന് ഈ ഗെത്സമൻ തോട്ടത്തിൽ ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, സഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് അംഗീകരിച്ചേ പറ്റുള്ളൂ. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്നു, ഒരു തെറ്റും ചെയ്യാത്തവൻ. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിലെ ഏതൊരു മനുഷ്യൻ സഹിക്കാവുന്ന അങ്ങേയറ്റം വലിയ സഹനത്തിലൂടെ അവൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്: ഞാൻ ഇത്രയും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സഹനങ്ങൾ എനിക്ക് തരുന്നത് എന്ന്. നിങ്ങൾക്ക് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടില്ലേ? എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നു, സഭയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നു, ഏറ്റവും സുവിശേഷാത്മകമായിട്ട് ഞാൻ ജീവിക്കുന്നു, ക്രിസ്തുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഭാരങ്ങളും കുരിശുകളുമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക്? അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കി നമ്മൾ പറയാറുണ്ട്: അവൻ ദൈവം എന്തുമാത്രം പ്രാർത്ഥിക്കുന്നവനാണ്, എന്നിട്ടും അവൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ കുരിശുകൾ ഒന്നും തീരാത്തതെന്ന്. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്: സഹനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വസ്ഥത കളയരുത്, കാരണം ഈ ലോകത്തെ കീഴടക്കിയവനാണ് ഞാൻ എന്ന് പറയുന്ന ക്രിസ്തുവുണ്ട്. അതുകൊണ്ട് ക്രിസ്തു സഹനത്തെ ഒരിക്കലും മാറ്റിവെച്ചിട്ടുള്ള ഒരു സൗഭാഗ്യത്തിന് ലോകമല്ല നമുക്ക് നൽകിയത്. വിശുദ്ധ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് തന്നിരിക്കുന്നു, ഞാൻ പല തവണ തമ്പുരാനോട് പ്രാർത്ഥിച്ചു എന്ന് എടുത്തു മാറ്റാനായിട്ട്. അവൻ പറഞ്ഞ കാര്യം: നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ്. സഹനങ്ങളൊന്നും എടുത്തു മാറ്റിയിട്ടില്ല, നിനക്ക് എൻ്റെ കൃപ മതി. അവലയിൽ അമ്മ ത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവവുമായിട്ട് വളരെ ആത്മബന്ധം പുലർത്തി ഒരു സൗഹൃദത്തോടു കൂടി ദൈവത്തോട് സംസാരിച്ചിരുന്ന അമ്മ ത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട്: നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിന്റെ സുഹൃത്തുക്കൾക്ക്, നിന്റെ സ്നേഹിതർക്ക് ഇത്രമാത്രം സഹനങ്ങളാണ് നിനക്ക് നൽകുന്നതെങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെ സുഹൃത്തുക്കളെ കിട്ടുമെന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട്. വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലെല്ലാം ഇങ്ങനെ സഹനങ്ങളുടെ വഴിയുണ്ട്. സഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്
എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു മുഖം തിരിച്ചറിയുകയാണ്. ഇനി രണ്ടാമതൊരു കാര്യം, നമ്മൾ ഗെത്സമൻ തോട്ടത്തെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിനു മുമ്പിൽ നമ്മളെ തന്നെ ഇങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ ഒരു ടോട്ടൽ സറണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദൗർബല്യമാണ് ഒരിക്കലും കരുതരുത് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അവൻ്റെ കുരിശിലെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിനു മുമ്പിൽ ഇങ്ങനെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തെടുത്താണ്. ദൈവത്തിനു മുമ്പിൽ വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ട് ദൈവമേ നിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ നടക്കാൻ കഴിയുന്നൊരു മനുഷ്യൻ്റെ ജീവിത വിശുദ്ധിയേക്കാൾ വലിയ വിശുദ്ധിയില്ല എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിലെ അബ്രാഹത്തിൻ്റെ കഥ നമുക്കറിയാം. അബ്രാഹം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ തമ്പുരാനും ബലിയർപ്പിക്കാനായിട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നതിനൊക്കെ ചോദ്യമൊന്നുമില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളത്. അവിടെ ഒരു പുതിയ ഒരു യുഗം തുറക്കുകയാണ്. മോസസിന്റെ കഥയെടുക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. എനിക്കെങ്ങനെ സാധിക്കും ഈ ജനത്തെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുപോകാൻ? അവിടെയും അവൻ്റെ ദൗർബല്യവും കുറവുകളെയൊക്കെ വിട്ടുകൊടുത്തിട്ട് ദൈവത്തിൻ്റെ പദ്ധതി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നടന്നവൻ ഒരു പുതിയ ഇസ്രായേൽ രൂപം കൊടുക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആരംഭത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ വീണ്ടും കാണുന്നത് തന്നെയാണ്. അമ്മ പറയുന്നതും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്നാൽ നിന്റെ ഇഷ്ടം, നിന്റെ വചനം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോട്ടൽ സറണ്ടർ. ഇത് തന്നെയാണ് ക്രിസ്തു ഈ കുരിശിൽ വെച്ച് നമ്മൾ കാണുന്നത്. ഞാൻ സഹിക്കേണ്ട സഹനങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ പിതാവേ നിന്റെ കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാകാത്ത സഹനങ്ങളെയൊക്കെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കണം. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ മത്സരിക്കുകയും ശണ്ട കൂടുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കുന്നവരാണ്. അത് സഭാതലങ്ങളിലാണെങ്കിലും കുടുംബതലങ്ങളിലാണെങ്കിലും വ്യക്തിപരമായ തലങ്ങളിലൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് നമ്മളിങ്ങനെ ശണ്ട കൂടുകയാണ്. മറിച്ച് ഈ ഗെത്സമൻ തോട്ടത്തിലെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ സഹനങ്ങളിൽ, നിന്റെ വേദനകളിൽ, നിനക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിച്ചിട്ട് പിതാവേ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാൻ കഴിയുക, അതാണ് നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്. ഗെത്സമൻ തോട്ടത്തിലെ നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരമില്ല. അവൻ്റെ കുരിശുകൾ എടുത്തു മാറ്റുന്നില്ല, അവൻ്റെ വേദനകൾ എടുത്തു മാറ്റുന്നില്ല, അവനെ ചതിക്കാനുള്ളവരെ ഒന്നും മാനസാന്തരപ്പെടുത്തുന്നില്ല. സുവിശേഷം പറയുന്നുണ്ട്, അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് മാലാഖയെ അയച്ചു. വേദനകളെല്ലാം മാറ്റുന്നത്, മറിച്ച് അവനെ ശക്തിപ്പെടുത്തുകയാണ്. അവൻ നടക്കേണ്ട വഴികളിൽ അവനെ ശക്തിപ്പെടുത്താനായിട്ട്. ഇതാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. അവൻ അങ്ങനെ ശക്തി പ്രാപിച്ചതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട്, കുരിശിൽ കാണുന്നുണ്ട്, അവൻ വലത്ത് കിടന്ന കള്ളനോട് പറയുന്നുണ്ട്, നീ എന്നോട് കൂടി പർദീസായിരിക്കും. തന്നെ ക്രൂശിച്ചവരെ ഓർത്തിട്ട് പറയാണ്, അവരോട് ക്ഷമിക്കണമേ. അതാണ് ദൈവത്തിനു മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് നൽകുന്ന കരുത്താണിത്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, തന്നെ മറക്കാനായിട്ട് ഉള്ളൊരു കരുത്ത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളുടെ വഴിയിൽ കടന്നു പോകുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുരിശുകളൊന്നും എടുത്തു മാറ്റുന്നതിനേക്കാൾ അധികമായിട്ട് ദൈവമേ നിന്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നതെങ്കിൽ നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നൊരു പ്രാർത്ഥന. ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിന്റെ കുരിശുകളെല്ലാം ഞാൻ എടുത്തു മാറ്റിക്കൊള്ളാമെന്ന്. അതല്ല ക്രിസ്തു മതം. മറിച്ച് പറയുന്നത്, ഈ കുരിശിൻ്റെ വഴിയിലൂടെ നീ നടക്ക്, പക്ഷെ നിന്റെ കൂടെ നടക്കാൻ ഞാനുണ്ട്, നിന്റെ എല്ലാ വേദനയിലും നിന്റെ കൂടെ നടക്കാൻ ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ക്രിസ്തു. ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് കർത്താവിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട്, കാരണം നമ്മൾ കാണുന്നതിനേക്കാൾ അധികമായിട്ടും മനോഹരമായിട്ട് വിശാലമായിട്ട് ഭാവിയിലും ഭൂതവും എല്ലാം തിരിച്ചറിയാവുന്ന രീതിയിൽ കാണാൻ കഴിയുന്ന പിതാവിൻ്റെ കരങ്ങളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവൻ അറിയാമല്ലോ നമ്മൾ നടക്കേണ്ട വഴിയും നമ്മൾ എത്തിച്ചേരേണ്ട വഴിയുമെല്ലാം. എന്നിട്ട് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നടക്കാൻ സാധിക്കുക. അവിടെയാണ് ഈ ഗെത്സമൻ തോട്ടം ഒരു ഉയർപ്പിൻ്റെ അനുഭവമായി തീരുന്നത്. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഈ ഗെത്സമൻ തോട്ടത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം അവൻ പ്രത്യാശയുടെ ഒരു പുതിയ യുഗത്തിലേക്കാണ് നമ്മൾ ഈ ഗെത്സമൻ തോട്ടം നടത്തുന്നത്. കർത്താവിൻ്റെ കൂടെ ഗെത്സമൻ തോട്ടത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഹനങ്ങളെ പിതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് ടോട്ടൽ സറണ്ടർ, അവിടെ പ്രത്യാശയുടെ പുനരുത്ഥാനം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. എവിടെയും ഏത് പ്രതിസന്ധിയിലും ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട്, ചേർത്ത് പിടിക്കാനായിട്ട് തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്നൊരു പ്രത്യാശ. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഗെത്സമൻ അനുഭവം. ഓരോ ദിവസവും അനുഭവിച്ചറിയേണ്ട ഗെത്സമൻ അനുഭവം.